ഡിയേഴ്സ് സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് പനിയൊക്കെ ആയിട്ടിരിക്കുവാണേ. ഡോക്ടർ ഡെന്നിസ് റിനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ഗുഡ് തെറാപ്പി ആർട്ടിക്കിൾ എന്ന് പറഞ്ഞൊരു ബുക്കില് ഭയങ്കര നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സ്വയംഭവത്തെ പറ്റിയിട്ട്. നമ്മൾ സ്വയംഭവം ചെയ്യുന്നതിനെ പറ്റി പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ഷെയിമായിട്ടാണ് ഇപ്പോഴും സൊസൈറ്റി കാണുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോൾ ആ മസ്റ്റായിട്ടും സ്വയംഭവം ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം നമുക്കിപ്പോൾ വേറൊരാളുമായിട്ട് ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് നമ്മളെ ബോഡിനെ പറ്റിയിട്ട് ഒരു തരത്തിലുള്ള അറിവില്ല. ഒരാൾക്ക് സുഖം കിട്ടുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾക്ക് സുഖം കിട്ടും അല്ലെ. അപ്പം നമ്മളുടെ ബോഡിയെ വളരെ നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ടും എങ്ങനെ ഏത് തരത്തിൽ ഏത് ലെവലിൽ തൊടുമ്പോൾ ഏത് ലെവലിൽ ആസ്വദിക്കുമ്പോഴാണ് എനിക്ക് സുഖം കിട്ടുക എന്ന് എനിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതറിയണമെങ്കിൽ നമ്മുടെ ബോഡിയെ നല്ല ലെവലിൽ അറിയണം എന്നുണ്ടെങ്കിൽ സ്വയംഭവം ചെയ്യണം. ആ ഒരു സുഖം കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് പങ്കാളിയോട് പറയാം അല്ലെ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുവാന്ന്. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും തുറന്ന് സംസാരിക്കാൻ പറ്റും. അത് മാത്രമല്ല ആ ഒരു ലെവലിലുള്ള ഇത് കണ്ടെത്തിയാൽ മാത്രമേ അവർക്ക് യഥാർത്ഥത്തിലുള്ള രതിമൂർച്ച, ശക്തമായ രതിമൂർച്ച ആസ്വദിക്കാനും പറ്റുള്ളൂ. ഡോപാമിൻ നല്ല രീതിയിൽ ഇൻക്രീസ് ആവാനും പറ്റത്തുള്ളൂ. നമുക്കറിയാം അല്ലെ, സ്വയംഭവം ചെയ്യുന്നതിനോട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് സയൻസ് കണ്ടുപിടിച്ചതാണ്. സ്വയംഭവം ചെയ്യുമ്പോൾ ഒരു പെർഫെക്റ്റ് ആയ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാനും പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് സാധിക്കുക? നമ്മുടെ മൂഡ് ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, വളരെ ബെറ്റർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ചെയ്യുക, ശരിയായ രീതിയിൽ ചെയ്യുക എന്നൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള നല്ലൊരു വിമർശ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് തെറ്റാണ്, കുറ്റബോധത്തോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡോപാമിനൊന്നും ആയിരിക്കില്ല ഇൻക്രീസ് ചെയ്യുക. ഇത് വളരെ നല്ലൊരു കാര്യമാണെന്നും വളരെ ഹെൽത്തി എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എപ്പോ ചോദിക്കുന്നുണ്ട്. മോസ്റ്റ്ലി എല്ലാ പേഴ്സണും ഡിഫറെന്റ് ആണ് അല്ലെ. ഇപ്പൊ ഒരാഴ്ചയിൽ 2 തൊട്ട് 4 പ്രാവശ്യമൊക്കെ ചെയ്യുന്നത് ഹെൽത്തിയാണ്. എന്നാൽ എല്ലാ ദിവസവും ചെയ്യുന്നതോ അതും ഹെൽത്തിയാണ്. നമ്മളാണ് അത് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഹെൽത്തിനെ, നമ്മുടെ ജോലിയെ ഒന്നും ബാധിക്കാതെ നമ്മുടെ ഹാപ്പിനെസ്സോടെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എത്രയാണ്, അത് നമ്മളാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എന്തെങ്കിലും അതുകൊണ്ട് ക്ഷീണോ വേറെ പ്രശ്നങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ എന്ത് കാര്യം ഓവറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോശമല്ലേ അല്ലെ. അപ്പൊ അതിനനുസരിച്ച് നമ്മളുടെ ബോഡി അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര വരെ ചെയ്യുന്നതാണ് ഏറ്റവും ഹാപ്പിനെസ്സും ഏറ്റവും ഗുണമുള്ളത് നിങ്ങളാണത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മൂഡ് ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ക്യാൻഡിലെല്ലാം കത്തിച്ചൊഴിച്ച് നല്ലൊരു സ്മെല്ലൊക്കെ ഉള്ള റൂമില് നിങ്ങളുടേതായ ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ തന്നെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതായത് സമയം എടുത്തിട്ട് ചെയ്യുക. വളരെ സമയം എടുത്ത് വളരെ പതിയെ ടച്ച് ചെയ്ത് വളരെ പതിയെ നിങ്ങളുടെ രതിമൂർച്ചയിലേക്ക് എത്തിക്കുക. നമുക്കൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ പെട്ടെന്ന് സ്വയംഭവം ചെയ്ത് കളഞ്ഞിട്ട് പേടിച്ചിട്ട് ആരെയും കാണുമോ അറിയോ എന്നൊക്കെ വെച്ച് പെട്ടെന്ന് സ്വയംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്ക് ആയിട്ടുണ്ട്. പിന്നീട് നിങ്ങൾ ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ പെട്ടെന്ന് ശുക്ലം പോകും. ആ കറക്റ്റ് ഒരു ടൈമിനുള്ളിൽ പോകും. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്വയംഭവം ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. നല്ല ടൈം എടുത്ത് വളരെ പതിയെ എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. അപ്പൊ എന്ന് പറയുന്നത് ആ ഒരു ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈംഗിക ബന്ധ സമയത്തും കിട്ടും. ഞാനീ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതാണ് നിങ്ങൾ റഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ശീഘ്രസ്ഖലനം ഉണ്ടാകും. ഓക്കെ. അതുപോലെ നിങ്ങൾ പലതരത്തിലുള്ള പൊസിഷനെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെ. ഒരേ പൊസിഷനിൽ ഇരുന്നിട്ട് ചെയ്യാണ്ട് പലതരത്തിലുള്ള പൊസിഷനിലൊക്കെ ട്രൈ ചെയ്തിട്ട് ചെയ്യുക. അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ടൈമിംഗ് കൂട്ടാനൊക്കെ സഹായിക്കും. ഉറപ്പായിട്ട് ലൂബ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങളുടെ ബോഡി അത് ഫീൽ ചെയ്യുന്നുള്ളതും കൂടി നിങ്ങൾ അറിയണം. കാരണം നിങ്ങളുടെ ഓരോ ബ്രീത്തും, നിങ്ങൾ വയറ്, നിങ്ങളുടെ നിപ്പിൾസ്, നിങ്ങളുടെ ഓരോ അവയവങ്ങളും അതെങ്ങനെ ഫീൽ ചെയ്യുന്നു, അത് അവർ ടച്ച് അറിയുന്നുണ്ടോ, അവരത് എൻജോയ് ചെയ്യുന്നുണ്ടോ, അത് ശരിക്കും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ശരിക്കും ഒരു രതിമൂർച്ച ഫുൾ ഷിവറിങ് ഉള്ളത് ഇപ്പൊ താന്ത്രിക് ലൈംഗികതയെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ. നമ്മൾ ശരിക്കും നമ്മളെ അറിഞ്ഞ് നമ്മളെ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന രതിമൂർച്ച ഫുൾ ഷിവറിങ് ഉള്ളതായിരിക്കും, വളരെയധികം വിറയ്ക്കുന്ന തരത്തിലുള്ളതായിരിക്കും. ഇപ്പൊ പുരുഷന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ കൈ ഡോമിനന്റ് ആയിട്ട് നിൽക്കരുത്. ആ കൈയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, അതിന്റെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്, ആ ലെവലാക്കരുത്. എനിക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കാതെ പെൽവിക്കിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന വിധത്തിൽ ചെയ്യണം. കൈ മൂവ് ചെയ്യുന്ന പരിപാടി നിർത്തിയിട്ട് പെൽവിക്ക് കൂടുതലായിട്ട് മൂവ് ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ നിങ്ങൾക്ക് നല്ലതാണ്. ഇത് സ്ട്രോക്ക് തന്നെ ഒരുപോലെ തന്നെ ഇങ്ങനെ ചലിപ്പിച്ചെടുക്കുന്നത് ഡിഫറെന്റ് ടൈപ്പില് ഡിഫറെന്റ് രീതിയിലൊക്കെ പലതരത്തില് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ നമ്മള്. അതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. പലതരത്തിലുള്ള ടച്ചും അത് ഫീൽ ചെയ്യണം. ഭയങ്കര റഫായിട്ട് ചെയ്ത് ആ ഒരു റഫ്നെസ് നിങ്ങൾക്ക് യോനിയിൽ കിട്ടുന്ന ഒരു റഫ്നെസ് ഒക്കെ അത് മാത്രമേ പാടുള്ളൂ. അതിനപ്പുറത്തുള്ള ഒരു അമന്ന് കിടന്നിട്ടൊക്കെ ഭയങ്കര ഫോഴ്സ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. പിന്നീട് ശുക്ലം പോവാത്ത ആവശ്യം അല്ലെങ്കിൽ പെട്ടെന്ന് ശുക്ലം പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. ലിംഗത്തിൽ മാത്രം നിങ്ങളുടെ ശ്രദ്ധ പോവാതിരിക്കട്ടെ. അതിനോട് തന്നെ നിങ്ങളുടെ വൃഷ്ണങ്ങളിലും
വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് വളരെ ശക്തമായ രീതിമൂർച്ച തരാൻ വേണ്ടി അത് തൊടുവും പതിയെ വലിക്കുകയും ചെവിന്റെ പുറകെ മറക്കരുത്, മുലക്കണ്ണുകൾ മറക്കരുത്, നിങ്ങളുടെ ചെസ്റ്റ് മറക്കരുത്, നിങ്ങളുടെ തൊടകൾ മറക്കരുത്. എല്ലാ ഭാഗത്തും നിങ്ങൾ അതിൽ എൻജോയ് ചെയ്യണം. ഓരോ കോശങ്ങളും ഉണർത്തുന്ന വിധത്തിലായിരിക്കണം. ടൈം എടുത്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ടോയ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ സോഫ്റ്റ് ആയിട്ട്, വളരെ ഹാർഡായിട്ടൊന്നും ചെയ്ത്, അതുപോലെ നിങ്ങൾക്ക് പീസ് പോട്ടൊക്കെ കുത്തിച്ചിപ്പിക്കാൻ അറിയുന്നവരാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് അത് ചെയ്യുക. നല്ല ക്ലീൻ നീറ്റായിട്ടിരിക്കുക. പിന്നെ നിങ്ങളുടെ സ്വയംഭവം കൂടുതൽ ഉത്തേജനം വരാതെ കൂടുതൽ സുഖമൊക്കെ കിട്ടുന്നു, കൂടുതൽ ഉദാഹരണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത് നിങ്ങളുടെ ലിംഗത്തിന് യഥാർത്ഥ സൈസിലേക്ക് തടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് വൈവേദ്യന്റെ പവർ റോൾ ഉപയോഗിച്ചിട്ട് സ്വയംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സഹായിക്കും കേട്ടോ. മാത്രമല്ല ഇത് നിങ്ങളുടെ ലിംഗത്തിലേക്ക് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ കൂട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ പുരുഷ ഹോർമോൺ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. റോളാണ് കേട്ടോ. നല്ല സ്മെല്ല് പെട്ടെന്ന് അബ്സോർബ് ആയിക്കോളും. ലിംഗത്തിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ പരട്ടിയാൽ മതി. 2 നേരം തേച്ചാൽ മതി. ഇതൊരു ഇപ്പം നിങ്ങൾ ഒരു ദിവസം ഒരു സ്വയംഭവമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് തേച്ചിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അതുപോലെ ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ ഒക്കെ നല്ല രീതിയിൽ ഉദാഹരണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ലിംഗത്തിന്റെ മുമ്പിലത്തെ സ്കിന്നിന് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ഹോൾഡ് ചെയ്യും അങ്ങനെയൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് താഴേക്ക് മസാജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അഗാർക്കര, അശ്വഗന്ധ, ശിലാജിത്ത്, ലങ്, നിങ്ങൾ 10-17ഓളം ഹെർബ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ലിംഗത്തിലേക്ക് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ കൊണ്ടുവരാനും ഉദാഹരണം കൂട്ടാൻ വേണ്ടിയിട്ട് കൂടെ നേരത്തെ ലൈംഗികത്തിൽ ഏർപ്പെടാനും നല്ല രീതിയിൽ സ്വയംഭവമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ട് ലൂബിന് പകരമായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇത് വൈവേദ്യന്റെ ഈ റോൾ ഓൺ വേണ്ടവർക്ക് ഇതില് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ കയറി പർച്ചേസ്. ലിങ്കിൽ പോയിട്ട് വാങ്ങുമായിരിക്കും കേട്ടോ ബെറ്റർ. അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ലിങ്ക് കൊടുത്തിട്ട് അതിലൂടെ കയറി പർച്ചേസ് ചെയ്യുക കേട്ടോ. അതുപോലെ പലർക്കും പലതരത്തിലുള്ള ഫാന്റസീസ് ഒക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഓർത്തിട്ട് നിങ്ങൾക്ക് സ്വയംഭവം ചെയ്യുന്നതാണ് മിക്കതും. നിങ്ങൾ ഫോണൊക്കെ ഭയങ്കരമായിട്ട് കണ്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, അതിൽ അഡിക്റ്റ് ആകാനും അത് ശരിയല്ല. അത് കൂടുതലിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ, കാരണം വളരെ റെയറായിട്ടൊക്കെ ഇടയ്ക്ക് കാണുന്നതൊക്കെ ഓക്കെയാണ്. ശരിക്കും നിങ്ങളുടെ പങ്കാളിനെ, നിങ്ങളുടെ ലവറെ ഓർത്തിട്ട് നിങ്ങൾ സ്വയംഭവം ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ബോണ്ടൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ടോപ്പിക്. ബൈ.